നോട്ടിഫിക്കേഷൻ. ക്ലർക്ക് ഓർ ക്യാഷ്യർ, അതായത് കേരള ബാങ്കിൽ ഏറ്റവും വലിയ പോസ്റ്റായിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വരുന്നൊരു പോസ്റ്റായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം നമ്മൾ തേടി നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഒരു വിജ്ഞാപനം നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് അതൊരു ലാസ്റ്റ് ചാൻസ് ഒക്കെ ആയിരുന്നു. സോ അവരെ പരിഗണിക്കുന്ന തരത്തിലേക്ക് വരുമോ എന്നുള്ള ആശങ്കകളും മറ്റു കാര്യങ്ങളൊക്കെ നിലനിന്നു. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന നമുക്ക് ഏതായാലും 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ എന്നുള്ള കാറ്റഗറി തന്നെയാണ്. അപ്പോൾ അതിൽ സൊസൈറ്റി കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 3 വർഷത്തെ സർവീസ് പോലുള്ളൊരു അധിക യോഗ്യതയും അതുപോലെ തന്നെ ഈ പറയുന്ന 50 വയസ്സ് വരെയുള്ള ഒരു ഇത് കൊടുക്കുന്നു. 8-40 എന്നുള്ള 18-50 മാറുന്നുണ്ട് സൊസൈറ്റി കാറ്റഗറിയിൽ. അപ്പോൾ വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ പ്രഗീഷ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ നോട്ടിഫിക്കേഷൻ നമ്മളെ തേടിയെത്തിയിരിക്കണല്ലേ. ഒരുപക്ഷെ പറഞ്ഞ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് അല്ലേ, അങ്ങനെ തന്നെ പറയാം. കാരണം കേരള ബാങ്ക് രൂപീകരിച്ച മുതൽ നമുക്കറിയാം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കേരള ബാങ്ക് 2019 രൂപീകൃതമായതിനു ശേഷം നമുക്കറിയാം എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അതിനിടയിൽ നമുക്കറിയാം കേരള ബാങ്കിൻ്റെ മറ്റ് കുറേ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അസിസ്റ്റൻറ്റ് മാനേജർ അടക്കമുള്ള കുറേ തസ്തികയിലേക്ക്. അതിൽ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലേക്ക് കുറച്ച് നമുക്കറിയാം ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ചില നമുക്കറിയാം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ ആ പ്രയാസങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആദ്യം പറഞ്ഞിരുന്നു ഈ മാസം ആദ്യം വരുമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് സാങ്കേതിക തടസ്സങ്ങളും പിന്നെ കോടതി ഇടപെടൽ മൂലമൊക്കെ ഒന്ന് വൈകി ആ നോട്ടിഫിക്കേഷൻ ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെ വലിയ സന്തോഷമാണ്. ഒന്നാമത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് 2024 എന്ന് പറയുന്നത് സഹകരണ മേഖലയെ സംബന്ധിച്ച ഒരു സുവർണ്ണ വർഷമാണ് അല്ലേ. കാരണം ഒരുപാട് എക്സാമുകൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലെ എന്താ പറയുക സഹകരണ മേഖലയിൽ ഒരു ഗ്ലാമറസ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നു. CSEB അതിൻ്റെ എക്സാമുകൾ മുന്നോട്ട് ഒരുപാട് അപെക്സ് ഫെഡറേഷനിലെ എക്സാമുകൾ നടക്കുന്നു. അതിന് എന്താ പറയുക നമ്മളിതിനെ ഇരട്ടി മധുരം എന്ന നിലയിലാണ് എന്ത് വന്നിരിക്കുന്നത്, അതായത് ഈ ഒരു കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ലർക്ക് ഓർ ക്യാഷ്യർ, അതായത് കേരള ബാങ്കിൽ ഏറ്റവും വലിയ പോസ്റ്റായിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വരുന്നൊരു പോസ്റ്റായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം നമ്മൾ തേടി നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഒരു വിജ്ഞാപനം നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശദമായ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയുമായിട്ട് എൻട്രി കോപ്പറേറ്റീവ് ബാങ്ക് ടീം നിങ്ങളുടെ മുന്നിലായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒപ്പം കൂടിക്കോളൂ. കാരണം നമ്മൾ വീണ്ടും എന്താണ് നമ്മുടെ ഒരു ജൂനിയർ കോപ്പറേറ്റ് ഇൻസ്പെക്ടർ കോഴ്സുകളുടെ ഒരു വലിയ വിജയത്തിന് ശേഷം നമ്മൾ കേരള ബാങ്കിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ പ്രതീക്ഷകൾക്കൊക്കെ എന്താണ് നമുക്കൊരു കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പോകാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ. അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ല. കാരണം എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. കാരണം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ അത് അവൈലബിൾ ആയി തുടങ്ങി. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കണം 063/2024 063/2024 എന്ന കാറ്റഗറി. ഇത് ജനറൽ കാറ്റഗറിയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത നമ്പർ 064/2024 എന്നുള്ള കാറ്റഗറി നമ്പറിൽ അതിൻ്റെ സൊസൈറ്റി കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കേരള ബാങ്കിൽ എപ്പോഴും വരുമ്പോൾ ഒരു ജനറൽ കാറ്റഗറി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സൊസൈറ്റി കാറ്റഗറി എന്നുള്ളവർക്ക് ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റ് കേരള ബാങ്ക് അഥവാ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ക്ലർക്ക് ഓർ ക്യാഷ്യർ പോസ്റ്റാണ്. ക്ലർക്ക് ഓർ ക്യാഷ്യർ എന്നുള്ള പോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഒരുപാട് പേര് എക്സാം എഴുതാൻ വേണ്ടി ഇങ്ങനെ തുടിച്ചിരിക്കുന്നൊരു എക്സാമിനേഷൻ കൂടിയാണ് അല്ലേ. ഒരുപക്ഷെ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോകളൊക്കെ തന്നെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറഞ്ഞു കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് എത്ര വർഷങ്ങളായി എന്നൊക്കെ നമ്മളോട് തന്നെ എല്ലാവരും പലപ്പോഴും ഒരുപാട് പേർക്ക് ചോദിക്കാനുണ്ടായിരുന്നു തന്നെ ഈ ചോദ്യം വരുന്നത് എന്ന് വരും കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളിലേക്ക് വന്നു ചേർന്നൊരു സമയത്ത് ഈ പറയുന്ന അറിയാം ഏകദേശം 115ഓളം വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. 115ഓളം വേക്കൻസികൾ അവിടെ വരുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിൽ കൂടുതലൊക്കെ വേക്കൻസികളിലേക്ക് ഈ ഒരു പോസ്റ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇപ്പോൾ പറയുന്നത് 115 എന്ന് പറയുന്നെങ്കിൽ പോലും ഒരുപക്ഷെ അതൊന്നുമല്ല, അതിന് മുകളിലേക്കൊരു അവസരങ്ങൾ ഒഴിവുകൾ പോകാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഒരു സൂചന തന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്ലർക്ക് ക്യാഷ്യർ ഒരു തസ്തിക നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്, പ്രത്യേകിച്ചും കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളിലേക്ക് സംബന്ധിച്ചിടത്തോളം. നമ്മൾ CSEBിൽ വന്ന ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ എന്നുള്ള തസ്തിക പറയുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഈ പറയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നമുക്കറിയാം ഒരു കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു റിക്രൂട്ട്മെൻറ്റാണ്. കേരള ബാങ്ക് രൂപീകരിച്ച ശേഷം 2019 രൂപീകരിച്ച ശേഷം നമുക്ക് നോക്കി നോക്കൂ അത്രയും വർഷങ്ങളുടെ ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാനും നികത്താനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കറിയാം കുറച്ച് സമയങ്ങൾ ഈ കോടതി ഇടപെടലിൻ്റെ മറ്റ് ഭാഗങ്ങളായിട്ട് ഇത് കുറേ ഭാഗങ്ങൾ വൈകിപ്പോയിരുന്നു. പിന്നീട് വീണ്ടും നോട്ടിഫിക്കേഷൻ വരുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായി. പിന്നെ ഒരുപാട് കാത്തിരുന്ന് വന്ന ഒരു അസിസ്റ്റന്റ് മാനേജർ തസ്തിക അങ്ങനെ ഇപ്പോൾ ഒരു പ്രയാസം നമുക്കുണ്ടായിരുന്നു. സോ ആ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ കളന്ന് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് ഇപ്പോൾ PSCയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 115ഓളം ഒഴിവുകളുമായി ഈ എന്താ പറയുക അത് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒഴിവുകളുമായി വന്നിരിക്കുന്നത് കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ക്ലർക്ക് ഓർ ക്യാഷ്യർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ
ഒന്ന് വിശദമായി നോക്കുകയാണ് ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ഏജ് റിലാക്സേഷൻ്റെ കാര്യമൊക്കെ നമ്മളോട് എപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അതിന് മുമ്പ് ഈ നമുക്കറിയാം 2019 ഈ കേരള ബാങ്കിൻ്റെ രൂപീകരണം ആ സമയത്ത് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് കോടതി നടപടികളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേർക്ക് അതൊരു ലാസ്റ്റ് ചാൻസ് ഒക്കെ ആയിരുന്നു. സോ അവരെ പരിഗണിക്കുന്ന തരത്തിലേക്ക് വരുമോ എന്നുള്ള ആശങ്കകളും മറ്റു കാര്യങ്ങളൊക്കെ നിലനിന്നു. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന നമുക്ക് ഏതായാലും 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ എന്നുള്ള കാറ്റഗറി തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ സാധാരണ OBCക്കും SC/STക്കൊക്കെ അനുവദനീയമായിരിക്കുന്ന ഇളവുകൾ അതേപോലെ തന്നെ എന്താണ് അനുവദനീയമാണ്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അങ്ങനെ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ എന്നൊരു കാറ്റഗറൈസേഷൻ വന്നു. അതിൽ 2/1/1984 1/1/2006 ആ ഒരു ഡേറ്റ് വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ എന്നുള്ളൊരു ഒരു ഏജ് ലിമിറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാണ് അതിലൊന്നും കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു ഏജൊക്കെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെയധികം ഒരു ഇതുണ്ട് 40 വയസ്സ് വരെ എന്നുള്ളത് നമുക്കൊരു എന്താ പറയുക ആ ഒരു ഏജ് ഇപ്പോൾ പലപ്പോഴും PSCക്ക് എഴുതി ഒരു മനമെടുത്തിരിക്കുന്ന കോർപ്പറേഷൻ തന്നെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അവസരമാണ് കിട്ടാൻ പോകുന്നത്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. തീർച്ചയായിട്ടും അതിൻ്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓഫ് എക്കണോമിക്സ് വിത്ത് കോർപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ്. കോർപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് എന്താണ് മറ്റേതെങ്കിലും ഡിഗ്രിയുടെ ഒപ്പം HDC അല്ലെങ്കിൽ JDCനെ കുറിച്ച് പറയാറ് ഡിപ്ലോമ ഇൻ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ HDCനെ കുറിച്ച് കൃത്യമായി പറയുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡിഗ്രി വെച്ചുകൊണ്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നൊരു അവസരം ഇവിടെ നമുക്കറിയാലോ കോമ്പറ്റീഷനുള്ളിൽ നമ്മളിലേക്ക് കോർപ്പറേഷൻകാരിലേക്ക് മാത്രം ഒരു മത്സരം ചുരുങ്ങുന്നൊരവസ്ഥയാണല്ലേ. അപ്പോൾ മത്സരം തീർച്ചയായിട്ടും ഉണ്ട്. മത്സരം കോർപ്പറേഷൻകാരിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും മത്സരമുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഒരു കോർപ്പറേഷൻ ഒരു സബ്ജക്റ്റായി പഠിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ സിലബസ് നല്ല രീതിയിൽ കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്കതിൽ മനസ്സിലാക്കാം. അപ്പോൾ കോർപ്പറേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാരണം മറ്റ് പോസ്റ്റുകൾ ഉണ്ടായിരുന്നുള്ള കൺഫ്യൂഷൻ മറ്റേത് ഇനി ഡിഗ്രി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും അവർക്ക് ഉൾപ്പെടുത്താം. പക്ഷേ ഇവിടെ എന്താണ് വീണ്ടും നമ്മൾ കോർപ്പറേഷനിലേക്ക് വീണ്ടും ചുരുങ്ങി വരികയാണ്. അപ്പോൾ കോർപ്പറേഷൻ ആ യോഗ്യത ഉള്ളവർക്ക് ഡിഗ്രി PG യോഗ്യത ഉള്ളവർക്കുള്ള ഒരു അവസരം കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം ഇതിൻ്റെ ഒരു യോഗ്യതയെക്കുറിച്ചും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു അവസാന തീയതി നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുവരുന്നത് പലപ്പോഴും കഴിഞ്ഞ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടറെ അപേക്ഷിക്കുമ്പോഴൊക്കെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കൃത്യമായി മറന്നു പോകുക എന്നുള്ളതാണ്. അത് എങ്ങനെ അത് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. പലപ്പോഴും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മറന്നു. ഇവിടെ എന്താണ് 15/5/2024 വെനസ്ഡേ അപ് ടു മിഡ് നൈറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇതിൽ. നമുക്കറിയാം കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ ഇനിയും 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കേരള PSCയുടെ ആ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാറ്റഗറി നമ്പർ നേരിട്ട് അടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, പഠിച്ചു തുടങ്ങുകയും വേണം. കാരണം ഒരുപാട് പേര് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നമുക്കറിയാം എങ്ങനെ വർദ്ധിച്ചു വരുന്നതാണ്. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ചൊക്കെ കൂടി വരും. കാരണം നോട്ടിഫിക്കേഷൻ വന്നു, ഇനി ഇങ്ങനെ ഇതുവരെ പറഞ്ഞ കളിയല്ല, ഇനി കളി മാറാൻ പോവുകയാണല്ലേ. അപ്പോൾ കുറച്ച് ഇൻറ്റൻസിറ്റി കൂടും. അപ്പോൾ അതൊക്കെ കൂടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം എഫേർട്ടുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് എടുക്കേണ്ട ഒരു സമയം കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് വലിയൊരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ മുന്നിൽ വന്നത്, വലിയ അവസരം. അപ്പോൾ അതിൽ സൊസൈറ്റി കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 3 വർഷത്തെ സർവീസ് പോലുള്ളൊരു അധിക യോഗ്യതയും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക 50 വയസ്സ് വരെയുള്ള ഒരു ഇത് കൊടുക്കുന്നത് 8-40 എന്നുള്ള 18-50 മാറുന്നുണ്ട് സൊസൈറ്റി കാറ്റഗറിയിൽ. അപ്പോൾ സൊസൈറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു വലിയ അവസരമാണ്. സാധാരണ ജനറൽ റിക്രൂട്ട്മെൻറ്റ് മാത്രമല്ല സൊസൈറ്റി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് പോലും എന്താണ് കുറച്ചും കൂടി എന്താണ് അവരുടെ വലിയ അവസരങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലുണ്ട്. സോ അവർ അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമുക്കറിയാം ഓരോ ഈ നോട്ടിഫിക്കേഷൻ വരിക, എക്സാം ഡേറ്റ് വരിക, സിലബസ് ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ വിശദമായി നടക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും എന്താണ് നമ്മുടെ ഇനി ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ പഠനത്തിനാണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് പഠിച്ചു തുടങ്ങണം. കാരണം നോട്ടിഫിക്കേഷൻ വന്നു, ഇതുവരെ നമുക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, പിന്നെ വേറൊരു ചോദ്യത്തിന് അവിടെ അതില്ല, പഠിച്ചു തുടങ്ങാൻ വേണം. അപ്പോൾ ആ പഠിച്ചു തുടങ്ങുന്നതിൻ്റെ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും നിങ്ങളോടൊപ്പം ആരുണ്ടായിരിക്കും? എൻട്രി കോപ്പറേറ്റീവ് ബാങ്ക് നിങ്ങളുടെ ഒപ്പം തന്നെ ഇരിക്കും. നമ്മുടെ ഒരു വലിയ ടീം തന്നെ നമുക്കറിയാം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിൽ മികച്ച ഒരുപാട് ബാച്ചുകളുമായിട്ട് ഇങ്ങനെ നമ്മുടെ ജൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് എൻട്രി കോപ്പറേറ്റീവ് ബാങ്ക്. അതിനൊപ്പമാണ് നമുക്ക് കേരള ബാങ്ക് തീർച്ചയായിട്ടും വരുന്നത്. അപ്പോൾ ആ കേരള ബാങ്കിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോഴ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രിയിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഉത്തരവാദിത്തം നിങ്ങൾ പഠിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം ഒരിക്കലും എന്ത് ചെയ്യരുത്, പിന്നീടത്തേക്ക് എടുത്തു വയ്ക്കുക. കാരണം പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് 2024
സഹകരണ മേഖലയിൽ അല്ലെങ്കിൽ സഹകരണ പരീക്ഷകളുടെ സുവർണ്ണ വർഷമാണ്. ഇതിൽ കൂടുതൽ അവസരങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്തിനിടയിലും എവിടെയും സഹകരണ മേഖല ഇത്രയും ഒഴിവുകൾ ഒരുമിച്ച് വന്നിട്ടുള്ളൊരു വർഷമില്ല എന്ന് തന്നെ പറയാം. നോക്കൂ, അവിടെ നിങ്ങൾ CSEBയുടെ നടക്കാൻ പോകുന്ന എക്സാമിനുകൾ അതേപോലെ തന്നെ നടക്കുന്നു. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലെ തന്നെ സഹകരണ മേഖല ഏറ്റവും ഗ്ലാമറസ് ആയിട്ടൊരു പോസ്റ്റ് വരുന്നു. കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ലർക്ക് കാഷ്യർ വന്നിരിക്കുന്നു. ഒരുപാട് അപ്പെക്സ് ഫെഡറേഷൻ, മാർക്കറ്റ് ഫെഡ്, കൺസ്യൂമർ ഫെഡുള്ള ഒരുപാട് അപ്പെക്സ് ഫെഡറേഷൻ ഒഴിവുകൾ വരുന്നു. അപ്പോൾ ഈ ഒരു ഒഴിവുകളൊക്കെ ഒന്ന് വിശദമായി പരിശോധിച്ച് എന്താണ് നമ്മുടെ ഒരു എന്താ പറയുക സഹകരണ മേഖലയിൽ അല്ലെങ്കിൽ സഹകരണ പരീക്ഷകളുടെ സുവർണ്ണവർഷം. അപ്പോൾ ഈ വർഷം നമ്മൾ മനസ്സിൽ കുറിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുക്കാറുണ്ടല്ലേ, ഇത് നാളെ മുതൽ ഞാൻ ഭക്ഷണം കുറയ്ക്കും, നാളെ മുതൽ ഞാൻ എക്സസൈസ് ചെയ്യും, നാളെ മുതൽ രാവിലെ എണീറ്റ് ഞാൻ ഇത് ചെയ്യുന്നൊക്കെ പറയുന്നു പല ഇവിടെ നമ്മൾ എടുക്കേണ്ട, ഇപ്പോൾ ന്യൂ ഇയറൊക്കെ കടന്നുപോയെങ്കിലും നമ്മൾ ഈ വർഷം എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഈ 2024 കഴിയുമ്പോഴേക്കും സഹകരണ മേഖലയിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ തീർച്ചയായിട്ടും ഞാൻ കയറി പറ്റും എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവണം. കാരണം ഇതിൽ കൂടുതൽ അവസരങ്ങൾ ഇനി നമുക്ക് വരാൻ പോകുന്നില്ല. അത്രയും വലിയ അവസരങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. സോ ആ അവസരങ്ങളോട് പിന്തിരിഞ്ഞ് നിൽക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു കാറ്റഗറി നിങ്ങൾക്ക് കിട്ടും 18 വയസ്സ് വരെ 40 വയസ്സ് വരെ എന്നുള്ളൊരു ഏജ് ലിമിറ്റ് കിട്ടുകയാണ്. പലരും ഇത്തരം എക്സാമുകളെ കുറിച്ച് അറിയാതെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയുക ഇങ്ങനെ ഒരു എക്സാമിനേഷൻ വരുന്നുണ്ട്, നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. കാരണം അവിടെ ഈ കോർപ്പറേഷനുള്ളിൽ തന്നെയൊരു മത്സരമാണ്. അപ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കാം. നമ്മുടെ ഒരു സബ്ജക്റ്റാണ്, നമ്മുടെ കയ്യിലുള്ള സബ്ജക്റ്റുകളാണ്. ഒന്ന് ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം കളയാതെ തന്നെ എന്ത് ചെയ്യുക, ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആരംഭിക്കുക എന്നുള്ളതാണ് അല്ലേ, കൃത്യമായി ആരംഭിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സമയമാണ്, നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായി ആരംഭിക്കുക. അതിന് ഓരോ സ്റ്റെപ്പിലും ഇത് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ കൃത്യമായി ഈ പഠനത്തിന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് എൻ്റെ നിന്ന് പറഞ്ഞുതരാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സജഷൻസും എങ്ങനെ പഠനം കൊണ്ടുപോകുന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പഠനം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരുപാട് സീരീസും ഒരുപാട് വീഡിയോസുമായിട്ട് എപ്പോഴും എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾ നൽകുന്ന ഒരു സ്നേഹവും സഹകരണവും ഒക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോവുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് ഈ ഒരു കേരള ബാങ്കിൻ്റെ ക്ലർക്ക് കാഷ്യർ എന്ന് പറഞ്ഞൊരു തസ്തിക നമുക്കിങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാം. ആ ഒതുക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ഒപ്പം ഓരോ സ്റ്റെപ്പിലും ആരുണ്ടായിരിക്കും, എൻട്രി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം നിങ്ങൾ നൽകുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസും കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ ബന്ധപ്പെട്ടും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ബന്ധം CSEB എക്സാം ബന്ധപ്പെട്ട വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആ വീഡിയോസ് കാണാത്തവരുടെ എത്രയും പെട്ടെന്ന് വീഡിയോസൊക്കെ കാണാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ ഒരുപാട് വീഡിയോസും സീരീസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ക്ലർക്ക് കാഷ്യർ തസ്തിക വന്നിട്ടുണ്ട് കേരള ബാങ്കിൻ്റെ. ഉടനെ പഠിച്ചു തുടങ്ങുക, വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.